തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. പ്രസിദ്ധനായ ബംഗാളി സാഹിത്യകാരൻ താരാശങ്കർ ബാന്ദോപാധ്യായ, അദ്ദേഹം ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 65ഓളം നോവലുകളും 53ഓളം കഥകളും എഴുതിയ ഒരു സാഹിത്യകാരനാണ്. 1966 അദ്ദേഹത്തിൻ്റെ ഗണദേവത എന്ന മനോഹരമായ നോവലിനാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. 1962 പത്മശ്രീയും 1969 പത്മഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1940 അദ്ദേഹം പുറത്തിറക്കിയ മനോഹരമായ ഒരു നോവലാണ് സപ്തപതി. 7 ചുവടുകൾ എന്ന പേരിൽ മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 7 സ്റ്റെപ്സ് എന്ന പേരിൽ അത് ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ഒരിക്കൽ 7 ചുവടുകൾ എന്ന മലയാളം പുസ്തകം എനിക്ക് വായിക്കാൻ ഇടയായി. അന്ന് കൂടുതൽ താരാശങ്കർ ബാന്ദോപാധ്യായയെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും എനിക്കിട വന്നു. എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് ഈ 7 ചുവടുകൾ എന്നുള്ളത്. സപ്തപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ബംഗാളി നോവലിൻ്റെ പേര്. അതിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ആ മുഖ്യ 2 കഥാപാത്രങ്ങൾ, ഒന്ന് കൃഷ്ണേന്ദു മുഖർജി, 2 റീന ബ്രൗൺ. കൃഷ്ണേന്ദു മുഖർജി ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. റീന ബ്രൗൺ ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ ഡോക്ടറാവാൻ പഠിക്കുന്നു. ഒരേ ക്ലാസ്സിലാണ് ഇവർ പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ അക്കാലത്തെ റിലീജിയസ്, സൊസൈറ്റൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് എല്ലാം മറികടന്നുള്ള ഇവരുടെ ഒരു പ്രണയത്തെ നമുക്ക് ആ കഥയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒത്തിരിയേറെ ക്രിസ്ത്യൻ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ താരാശങ്കർ ബാന്ദോപാധ്യായ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ക്രിസ്തീയ കാര്യങ്ങളൊക്കെ ലഭിച്ചത്? പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം പഠിച്ചത് കൽക്കട്ട സെൻറ്റ് സേവേഴ്സ് കോളേജിലാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ പുരോഹിതരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി വലിയൊരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുക കൃഷ്ണേന്ദുവിൻ്റെയും റീന ബ്രൗണിൻ്റെയും പ്രണയമാണ്. അത് പിന്നീട് 1961 ഒരു സിനിമയാക്കി ഈ കഥ മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പ്രണയം, അവർ അനുഭവിക്കുന്ന ഒബ്സ്റ്റക്കിൾസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, അതെല്ലാം ഇതിൽ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൃഷ്ണേന്ദു റീന ബ്രൗണിനോട് തൻ്റെ ആഗ്രഹം പ്രകടമാക്കുകയാണ്. എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട്. റീന ബ്രൗൺ കൃഷ്ണേന്ദുവിനോട് പറഞ്ഞു, നീ ഒരു ഹിന്ദുവാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയും, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇതിന് അനുവദിക്കില്ല. ഹിന്ദുവായ ഒരാളെ വിവാഹം ചെയ്യാൻ ക്രിസ്ത്യാനിയായ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ സമ്മതിക്കില്ല എന്ന് റീന ബ്രൗൺ കൃഷ്ണേന്ദുവിനോട് പറയുന്നുണ്ട്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് റീന ബ്രൗണിനെ കാണാൻ കൃഷ്ണേന്ദു എത്തുന്നുണ്ട്. ആ എത്തുന്ന സമയത്ത് കൃഷ്ണേന്ദു പറയുന്നു, ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു പള്ളിയിൽ പോയി അവിടുത്തെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി. എൻ്റെ പേര്
ജോസഫ് എന്നാണ്. ഇപ്പോൾ നിനക്കെന്നെ വിവാഹം ചെയ്യാമോ? കാരണം നമ്മൾ ക്രിസ്ത്യാനിയാണ്. അതിന് റീന ബ്രൗൺ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. കേവലം ഒരു പെണ്ണിനു വേണ്ടി സ്വന്തം ഈശ്വരനെ ഉപേക്ഷിച്ച നിന്നെ ഞാൻ വിവാഹം ചെയ്താൽ ഒരുപക്ഷെ നീ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. കൃഷ്ണേന്ദു എന്ന ജോസഫ് നിരാശനായില്ല. അവൻ വീണ്ടും ആ വൈദികൻ്റെ അടുത്ത് ചെന്നു. പിന്നീട് ഈ കൃഷ്ണേന്ദു ജോസഫായി മാറി ഒരു സെമിനാരിയിൽ പഠനത്തിനായി ചേർന്നു. വൈദികനായി ഫാദർ ജോസഫ് ആയി പിന്നീട് മാറുകയാണ്. പിന്നെ നമ്മൾ ഈ കഥയിൽ കണ്ടുമുട്ടുന്നത് ഒരിടത്ത് ഫാദർ ജോസഫായി ഒരു പള്ളിയിൽ സേവനം ചെയ്യുമ്പോൾ അവിടെ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി, അവളെ കാണാനായി ജോസഫ് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ജോസഫ് കണ്ടുമുട്ടുന്നത് തൻ്റെ സഹപാഠിയായ റീന ബ്രൗണിനെയാണ്. അവൾ പിന്നീട് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറി. അവർ തമ്മിലുള്ളൊരു സംവാദം ആ പുസ്തകത്തിലുണ്ട്. ഒത്തിരിയേറെ പേജസ് ആ കഥയിൽ നമ്മൾ കാണുന്നത് ഇവർ തമ്മിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളാണ്. അവിടെ റീന ബ്രൗൺ പറയുന്ന കാര്യം ഇതാണ്: ഈശ്വരനില്ല, പാപമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ വിലയുണ്ട്. പക്ഷേ അതിന് മറുപടിയായി ജോസഫ് പറയുന്നതാണ്, ജീവിതമെന്നത് ഈശ്വരൻ്റെ ദാനമാണ്, നീ അത് നശിപ്പിക്കരുത്. അങ്ങനെ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ഈ കഥയിൽ കാണുക വലിയൊരു രോഗിണിയായി റീന ബ്രൗൺ മാറുന്നതും ജോസഫിൻ്റെ അടുത്ത് മാനസാന്തരപ്പെടുന്നതും ദൈവത്തോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും തൻ്റെ പാപങ്ങൾ മോചിച്ച് എന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമെന്നും പറയുന്ന ഒരു റീന ബ്രൗണിനെയും കൃഷ്ണേന്ദു എന്ന ജോസഫിനെയും നമ്മൾ കാണുന്നു. വലിയൊരു മാനസാന്തരം ആ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് റീന ബ്രൗൺ പറയുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്: ഈശ്വരനെ ഉപേക്ഷിച്ചതിൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മാനസാന്തരത്തിലൂടെ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് എൻ്റെ സ്വർഗം എനിക്ക് വേണം. പ്രിയമുള്ളവരെ, ഒരു മാനസാന്തരത്തിൻ്റെ വഴി നമുക്കുണ്ടാകണം. ധൂർത്തപുത്രൻ്റെ കഥയിൽ നമ്മൾ കണ്ടത് ഈ മാനസാന്തരത്തിൻ്റെ വഴിയാണ്. ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന വലിയൊരു ആഹ്വാനമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സമരിയാക്കാരിയായ സ്ത്രീ, അവൾ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. ആ കുടം വച്ചത് അവളുടെ മാനസാന്തരമാണ്. അവൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതാണ്. അവൾ പട്ടണത്തിലേക്ക് പോയത് ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനാണ്. ഈ ഒരു മാനസാന്തരത്തിൻ്റെ വഴിയാണ് ഈ നോമ്പുകാലത്ത് നമ്മോട് പറയുക. മാനസാന്തരവും പ്രായശ്ചിത്തവും അനുതാപവും ഇതെല്ലാം ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും, അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നുവെങ്കിൽ ദൈവത്തിലേക്ക് ചേർന്ന് കഴിയാൻ നമ്മെ ആഹ്വാനപ്പെടുത്തുന്ന നാളുകൾ കൂടിയാണത്. ഒരു മാനസാന്തരത്തിൻ്റെ വഴി നമ്മൾ തിരിച്ചറിയണം. ഈ മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് ഈ നോമ്പുകാലം. അങ്ങനെ ഈ നോമ്പുകാലം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് പ്രായശ്ചിത്തത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴിയിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കാനും അതിലൂടെ സ്വർഗം അനുഭവിക്കാനും നമുക്കിടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ.
തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.